പൊതുവേദിയിൽ ദിവ്യ എസ് അയ്യരെ അവഗണിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിപാടിക്ക് എത്തിയപ്പോഴും മടങ്ങിയപ്പോഴും ദിവ്യ എസ് അയ്യരോട് മുഖ്യമന്ത്രി സംസാരിച്ചില്ല. ഖരമാലിന്യ സംസ്കരണ ശില്പശാലയിലാണ് മുഖ്യമന്ത്രിയും ദിവ്യ എസ് അയ്യരും പങ്കെടുത്തത്. വിവരങ്ങളുമായി ഷീജയാണ് ചേരുന്നത്. ഷീജ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് അദാനി പോർട്ടിലൊക്കെ അദാനിയുടെ പല നിലപാടുകളെയും എതിർത്ത ഒരു ഉദ്യോഗസ്ഥയാണ് ഈ ദിവ്യ എസ് അയ്യർ. ആ പരിഭവമാണോ മുഖ്യമന്ത്രി പ്രകടമാക്കിയത്? തീർച്ചയായും അക്ഷയ്, എന്തായാലും നമുക്ക് ആ ഒരു ചടങ്ങിൽ എത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരെ വന്ന് കെ എം ഷാജിയോടാണ് ആദ്യം സംസാരിക്കുന്നത്. കെ എം ഷാജിക്ക് തൊട്ടടുത്തായി ദിവ്യ എസ് അയ്യരുണ്ട്. പക്ഷെ ദിവ്യ എസ് അയ്യരെ കണ്ട ഭാവം പോലും മുഖ്യമന്ത്രി നടിച്ചില്ല. അതിനുശേഷം സ്റ്റേജിലേക്ക് എത്തിയപ്പോഴും മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് സണ്ണി ജോസഫിനപ്പുറത്തായി ദിവ്യ എസ് അയ്യരും ഉണ്ടായിരുന്നു. പക്ഷെ ദിവ്യ എസ് അയ്യരോട് സംസാരിച്ചില്ല. അവിടെ നിന്നും മടങ്ങുന്ന സമയത്തും ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി ദിവ്യ എസ് അയ്യർക്ക് മുഖം നൽകാതെ അവിടെ നിന്നും മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഖരമാലിന്യ ശില്പശാല ചടങ്ങിലായിരുന്നു ഇരുവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസിലിന്റെ MD ആയിരുന്നു ദിവ്യ എസ് അയ്യർ. ആ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെ ചൊല്ലി വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു ചടങ്ങിൽ രണ്ടുപേരും ഒരുമിച്ച് വന്നെങ്കിലും മുഖ്യമന്ത്രി ദിവ്യ എസ് അയ്യരെ തീരെ പരിഗണിക്കാതെ അവിടെ നിന്നും മടങ്ങുന്നത് തന്നെയാണ് കണ്ടത്. ഒരു തരത്തിലുള്ള ഒരു സംസാരവും അവർ തമ്മിൽ ഉണ്ടാകരുത്, മുഖാമുഖം കാണുന്നത് പോലും ഒഴിവാക്കി തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ നിന്ന് ആ ചടങ്ങിൽ നിന്നും മടങ്ങിയത്. അക്ഷയ്.